ഗസയിൽ ഹമാസ് പിടിമുറുക്കുകയാണ്. അന്താരാഷ്ട്ര സേനയെ ഇറക്കണമെന്നാണ് ഇസ്രായേലിൻ്റെ അഭിപ്രായം. അത് അവരിപ്പോൾ തുറന്ന് പറയുകയും ചെയ്തു. നിലവിൽ വെടിനിർത്തൽ സാഹചര്യമാണ് ഗസയുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. ഖത്തറിൻ്റെ ഈജിപ്തിൻ്റെ നേതൃത്വത്തിൽ 20ഓളം രാജ്യങ്ങൾ ചേർന്നുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ അധ്യക്ഷതയിലാണ് ഈജിപ്തിലെ കെയ്റോയിൽ വെച്ച് ഒരു 2 മാസം മുമ്പ് ഒരു കരാർ വ്യവസ്ഥ ഉണ്ടാക്കുന്നത്. അത് 2ാം ഘട്ട കരാർ വ്യവസ്ഥയായി. കാരണം എന്ന് പറഞ്ഞാൽ ബന്ദികൾ പൂർണ്ണമായി മോചിക്കപ്പെട്ടു. മാത്രവുമല്ല, മരണപ്പെട്ട ബന്ദികളെ അവരെയും മോചിച്ചു. അത് കരാർ വ്യവസ്ഥ പ്രകാരം ഇസ്രായേൽ ആവശ്യപ്പെട്ടത് പരമാവധി ചെയ്ത് നൽകിയതോടുകൂടി കരാർ വ്യവസ്ഥ നിലവിൽ വന്നു എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ അത് ഇപ്പോഴും ഹമാസ് അത് അംഗീകരിക്കുന്നില്ല. മറ്റു ലോക രാജ്യങ്ങളും പറയുന്ന കാര്യം, നിരന്തരം ഇസ്രായേൽ ഇപ്പോഴും ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഏകദേശം ഈ കരാർ വ്യവസ്ഥ വന്നതിന് ശേഷം 300 അതിൽ കൂടുതലോ പാലസ്തീനികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ അതിർത്തി കേന്ദ്രീകരിച്ചുകൊണ്ട് പലതരത്തിലും ഏറ്റുമുട്ടലുകളും ആക്രമണം നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ട്. എന്നാൽ ഹമാസ് തങ്ങളെ ആക്രമിച്ചിരിക്കുന്നതിൽ തിരിച്ചടി മാത്രമാണ് തങ്ങൾ നൽകുന്നത്. തങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രകോപിപ്പിക്കുന്ന ഒരു പ്രവർത്തനമില്ല എന്ന് ഇസ്രായേൽ പറയുകയും ചെയ്തു. ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ഗ്രാമാന്തര മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഹമാസ് വലിയ രീതിയിൽ ശക്തി ശേഖരിക്കുകയും സംഭരിക്കുകയും അതോടൊപ്പം തന്നെ ഈ മേഖലയിൽ സായുധരായിരിക്കുന്ന ഹമാസിൻ്റെ പോരാളികൾ കാവൽ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് വലിയ രീതിയിലുള്ള വിഷയമുണ്ട്. അത് ആദ്യഘട്ടത്തിലേക്ക് തന്നെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും ഇസ്രായേലിന് നേരെ ഒരു ആക്രമണം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ അവർ നടത്തുന്നുണ്ട് എന്ന് പറയപ്പെടുകയും ചെയ്തു. അങ്ങനെ ആവുന്ന സമയത്ത് ഇവിടെ സങ്കീർണമായിരിക്കുന്ന വിഷയമാണ്. ഇപ്പം തന്നെ ഏകദേശം ഗസയുടെ 60% അതിർത്തി കേന്ദ്രീകരിച്ചുകൊണ്ട് മെഡിറ്ററേനിയൻ കടലിനോട് ചേർന്നുകൊണ്ട് ഈജിപ്തിൻ്റെ അതിർത്തി, റഫയുടെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ടു കാന്യൂസിൻ്റെ ചില ഭാഗങ്ങളിലെല്ലാം ഇസ്രായേലിന് വലിയ രീതിയിലുള്ള നിയന്ത്രണ കാര്യങ്ങളും ഉണ്ട്. അവരങ്ങനെ പ്രകോപിപ്പിച്ചുകൊണ്ട് അക്രമത്തിനോ കാര്യത്തിനോ പോകുന്നില്ലെങ്കിൽ പോലും അവരുടെ ആ നിയന്ത്രണം തന്നെ പലസ്തീനികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ പ്രയാസം ഉണ്ടാക്കുന്നു എന്ന് അവർ പറയുന്നു. എന്നാൽ ബാക്കി ശേഷിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം 40% ശേഷിക്കുന്ന ഭാഗങ്ങൾ അത് പൂർണ്ണമായ രീതിയിൽ ഹമാസിൻ്റെ കൈവശത്തിലാണ് എന്ന് മാത്രമല്ല, മറ്റ് മേഖലയിലേക്കൊക്കെ ഈ അധികാരം പിടിച്ചെടുക്കാനുള്ള ശ്രമം അവർ നടത്തുന്നു. അപ്പോൾ അവരുടെ കൈവശത്തിലേക്ക് ആയുധങ്ങൾ വരുന്നത്, സൈനികപരമായിരിക്കുന്ന സംവിധാനങ്ങൾ വരുന്നത്, സാമ്പത്തികം വരുന്നത്, അതിൻ്റെ റൂട്ട് മാപ്പുകൾ കാര്യങ്ങൾ ഇപ്പോഴും യഥാർത്ഥത്തിൽ ക്ലിയർ അല്ല. അങ്ങനത്തെ ഒരു വലിയ വിഷയം ഈ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ടവർ നിലനിൽക്കുന്നു. 2 വർഷത്തോളം ഗസയുമായിട്ട് ഇസ്രായേൽ ഏറ്റുമുട്ടിയിട്ടുണ്ടെങ്കിലും ഹമാസിൻ്റെ കൈവശത്തിലേക്ക് ആയുധങ്ങൾ വരുന്നതിൻ്റെ റൂട്ട് മാപ്പ് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. ഗസ എന്ന് പറയുന്ന ഈ ചുരുങ്ങിയൊരു പ്രദേശം, ഏകദേശം 40 കിലോമീറ്റർ മാത്രം ചുറ്റളവുള്ള ആ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ എല്ലാ ഭാഗത്തിൻ്റെയും നിയന്ത്രണം ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ ഇസ്രായേലിനാണ്. ആകെയുള്ള റഫ ഒരു അതിർത്തിയാണ്. റഫ കോറിഡോർ എന്ന് പറഞ്ഞാൽ ഈജിപ്തിലേക്ക് തുറക്കപ്പെടുന്ന ഒരു വാതിലാണ്. അവിടെ മാത്രമാണ് ഈ ഫലസ്തീനുകൾക്ക് പൂർണ്ണമായിരിക്കും നിയന്ത്രണം ഉണ്ടായിരുന്നത്. പക്ഷേ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട സമയത്ത് ആ നിയന്ത്രണം കൂടിയും ഇസ്രായേൽ ഏറ്റെടുത്തതോടുകൂടി അതിൻ്റെ നിയന്ത്രണം ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇസ്രായേലിൻ്റെ കൈവശത്തിലാണ്. ഒരു ഭാഗത്ത് മെഡിറ്ററേനിയൻ കടലാണ്, ബാക്കി ശേഷിക്കുന്ന എല്ലാ ഭാഗവും ഭൂപ്രദേശം ഇസ്രായേലിൻ്റെ കൈവശത്തിലാണ്. അപ്പോൾ പൂർണ്ണമായിരിക്കും നിയന്ത്രണം അവരുടെ കൈവശത്തിൽ ഉണ്ടായിട്ടും ഇപ്പോഴും ഹമാസിൻ്റെ കൈവശത്തിലേക്ക് ആയുധങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് നിസ്സാരമായിരിക്കുന്ന കാര്യമല്ല. ഈജിപ്തുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ അതിർത്തി കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള പരിശോധന, ഭൂമി തുറന്നുള്ള പരിശോധന പോലും നടത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ലെബനാൻ കേന്ദ്രീകരിച്ചുകൊണ്ട് ലെബനാനും ഈ ഗസയുമായിട്ട് അതിർത്തി പങ്കിടുന്നില്ലെങ്കിലും ആ മേഖലയുടെ വരുന്നോ എന്നുള്ള പരിശോധന നടത്തിയിട്ടുണ്ട്. ആ പരിശോധന അവർക്ക് വിജയിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. എന്നാലോ ഇപ്പം വലിയ രീതിയിലുള്ള ആയുധ ശേഖരണം നടത്തിയിട്ടുണ്ട്. മാത്രവുമല്ല, അവിടെ ഒരു വിമതപക്ഷം, ഹമാസിന് ഒരു വിമതപക്ഷം ഉണ്ടായിരുന്നു. ആ വിമതപക്ഷത്തിൻ്റെ നേതാവ് കൊല്ലപ്പെട്ടതോട് കൂടിയിട്ട് പിന്നീട് ആ വിമതപക്ഷം തന്നെ ഇപ്പം നിലവിലില്ല എന്നുള്ളതാണ്. ആ വിമതപക്ഷം ഏറെക്കുറെ ഇസ്രായേലിനെ സഹായിക്കുന്നവരായിരുന്നു. റഫ അതിർത്തി കടന്നുകൊണ്ട് ഗസയിലേക്ക് വരുന്ന ഭക്ഷ്യധാന്യങ്ങൾ അടക്കമുള്ള അവശ്യ വസ്തുക്കൾ അത് വിതരണം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വിഭാഗത്തെയായിരുന്നു ഇസ്രായേൽ ഏൽപ്പിച്ചിരുന്നത്. UN സഭയുടെ അംഗങ്ങൾ ഏറെക്കുറെ ഈ മേഖലയിൽ നിന്ന് അപ്രത്യക്ഷമായി അല്ലെങ്കിൽ പുറത്താക്കിയതൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ വന്ന സമയത്ത് പിന്നീട് പൂർണ്ണമായിരിക്കുന്ന അതിൻ്റെ നിയന്ത്രണ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്തതും അത് നടത്തിയൊക്കെ ചെയ്തത് ഈ വിമതപക്ഷമായിരുന്നു, ഹമാസിൻ്റെ വിമതപക്ഷം. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അതിൻ്റെ നേതാവ് കൊല്ലപ്പെടുന്നു. ഹമാസാണ് വെടിവെച്ച് കൊന്നത് എന്നൊക്കെ പറയുന്നു. അത് കൊന്നതോടുകൂടി അതിൻ്റെ ശേഷിക്കുന്ന ആളുകൾക്ക് വലിയ രീതിയിൽ സുരക്ഷാ പ്രയാസമുണ്ടായി. അവരേത് സമയത്ത് കൊല്ലപ്പെടും എന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ വന്നപ്പോൾ പിന്നീട് അവർ അപ്രത്യക്ഷമായി എന്നുള്ളതാണ്. അപ്പോൾ ആ നിയന്ത്രണം കൂടി ഹമാസിൻ്റെ കൈവശത്തിലേക്ക് വന്നു. ഹമാസ് ഇപ്പോൾ താലിബാൻ തിരിച്ചു വരുന്ന പോലെ ഒരു വലിയ രീതിയിലുള്ള തിരിച്ചുവരവ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഇസ്രായേൽ സൈന്യത്തിന് വലിയ പ്രയാസമുണ്ട്. അതുകൊണ്ട് തന്നെ ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ അന്വേഷണം നടത്തുന്നു. അതായത് ഹമാസിൻ്റെ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷണം നടത്തുകയും അവിടെ നിന്ന് അവരെ അറസ്റ്റ് ചെയ്യുകയോ അതല്ലെങ്കിൽ അവിടെ നിന്ന് ഏറ്റുമുട്ടൽ ഉണ്ടാവുകയോ ചെയ്യുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടും പുറത്തു വരുന്നു. അപ്പോൾ അതിനിടയിൽ ഇപ്പോൾ പറയുന്ന കാര്യം അന്താരാഷ്ട്ര സൈന്യത്തെ വളരെ അടിയന്തരമായി ഇറക്കണം എന്നുള്ളതാണ്. അന്താരാഷ്ട്ര സൈന്യത്തെ ഇറക്കാൻ വേണ്ടി തയ്യാറാണ് എന്നുള്ളത് പാകിസ്ഥാൻ പറഞ്ഞിട്ടുണ്ട്, ഇന്തോനേഷ്യ പറഞ്ഞിട്ടുണ്ട്,
ഈജിപ്ത് ഒരു പരിധി വരെ പറഞ്ഞിട്ടുള്ളൂ, അങ്ങനെ ഉറപ്പിച്ച് പറഞ്ഞിട്ടില്ല. അങ്ങനെ ഈ രാജ്യങ്ങളൊക്കെ അതിന് സമ്മതം മൂടിയതാണ്. അപ്പോൾ പാകിസ്ഥാൻ അത് പറയാൻ കാരണം അമേരിക്കയുമായിട്ടുള്ള വലിയ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവരത് പറയുന്നത്, ഞങ്ങൾ വരാൻ തയ്യാറാണ് എന്നൊക്കെ. ഇന്തോനേഷ്യ പിന്നെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുടെ രാജ്യം എന്ന നിലയ്ക്ക് ഒരു പ്രശ്നം പരിഹരിക്കട്ടെ എന്ന് കരുതിയിട്ടാണ് അവർ പറയുന്നത്. പക്ഷേ പാകിസ്ഥാനിലെ ഈ നിലവിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഫലസ്തീനെ 100% അംഗീകരിച്ചുകൊണ്ട് അവർക്ക് എല്ലാവിധ സഹായം നൽകുന്നത് ഇറാനാണ് എന്നുള്ള കാര്യം ലോകത്തിന് അറിയാവുന്നതാണ്. ഇറാനാണെങ്കിൽ ഷിയ രാജ്യമാണ്, പാകിസ്ഥാനിലാണെങ്കിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ഷിയാക്കളുള്ള രാജ്യങ്ങളിൽ ഒന്നാണ്. അങ്ങനെ ആ സമയത്ത് ഇറാനെതിരെയുള്ള ഏതെങ്കിലും വിഷയങ്ങളോ പ്രശ്നങ്ങളോ സങ്കീർണമാകുന്നൊരു സ്ഥിതി വന്നാൽ അവിടെ പാകിസ്ഥാൻ്റെ അകത്ത് സർക്കാർ വിരുദ്ധ കലാപമോ പ്രശ്നമോ ആയിട്ട് മാറും. പല ഘട്ടത്തിലും ഷിയാക്കളും അവിടുത്തെ സുന്നികളും തമ്മിൽ ഏറ്റുമുട്ടുകയും പല മരണങ്ങളും നടക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ അന്താരാഷ്ട്ര തലത്തിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യുകയും വലിയൊരു പ്രശ്നമായിട്ട് നിലനിൽക്കുന്ന ഫലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇറാനോടൊപ്പം ചേർന്ന് നിൽക്കുക എന്നുള്ളത് ലോകത്താകമാനമുള്ള ഷിയാക്കളുടെ കടമയാണ്, അവരത് ചെയ്യാറുണ്ട്. അത് അസർബൈജാനിലാണെങ്കിലും ഈ പാകിസ്ഥാനിലാണെങ്കിലും ഇറാഖിലാണെങ്കിലും മറ്റ് രാജ്യങ്ങളിലാണെങ്കിലും ഇറാൻ്റെ നിലപാടിനോടൊപ്പം തന്നെയാണ് അവരുടെ നിലപാട്. അഥവാ പാലസ്തീൻ സ്വതന്ത്രമാവണം, അവിടെ ഈ ഒരു രാജ്യമായിട്ട് അത് രൂപീകരിക്കപ്പെടണം, അതിലേക്കുള്ള ഇടപെടലുകൾ അവസാനിക്കുക, ഇസ്രായേലിൻ്റെ ഇടപെടലുകൾ അവസാനിക്കുക. ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ പറഞ്ഞിട്ടുണ്ട്. അത് അക്ഷരം പ്രതി അവർ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ സമാധാന ആവശ്യത്തിന് വേണ്ടി പാകിസ്ഥാൻ്റെ സൈന്യം ഇവിടെ ഈ ഗസയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നീട് അമേരിക്കയുടെ നിയന്ത്രണത്തിലോ മേൽനോട്ടത്തിലോ ആയിരിക്കും അവിടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാം. അങ്ങനെ വരുന്ന സമയത്ത് അത് ഇസ്രായേലിന് അനുകൂലമായിട്ട് നിലപാടായിട്ട് അത് മാറും. അതായത് അമേരിക്ക പറയുന്ന സമയത്ത് ഇസ്രായേൽ പറയുന്ന കാര്യം മാത്രമേ അമേരിക്ക ചെയ്യൂ. ആയതിനാൽ സ്ഥിതി എങ്ങനെ പോകുമെന്ന് പറഞ്ഞാൽ ഇസ്രായേലിന് അനുകൂലമായ രീതിയിലും ഗസയ്ക്ക് എതിരായിട്ട്, അതായത് ഹമാസിനെതിരായിട്ടുള്ള നിലപാടിലേക്കും വരും. അതൊരു സുന്നി ഷിയ തർക്കമായിട്ട് ഉടലെടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മാത്രവുമല്ല ഭാഷാപരമായ രീതിയിൽ വലിയ വിഷയമുണ്ട്. അറബ് സംസാരിക്കുന്നവരാണ് പാലസ്തീനികൾ. എന്നാൽ ഈ പാകിസ്ഥാനികളെ സംബന്ധിച്ചിടത്തോളം അവർ ഒന്നുകിൽ ഉറുദു ആണ്, അല്ലെ പെഷ്തൂൺ എന്ന് പറയുന്ന അവിടുത്തെ പ്രാദേശിക ഭാഷ സംസാരിക്കുന്നവരാണ്. ഭാഷാ സംബന്ധമായ രീതിയിൽ ഇണങ്ങി ചേരാൻ വലിയ പ്രയാസ കാര്യങ്ങളുണ്ടാകും. സാമൂഹ്യപരമായിരിക്കുന്ന അന്തരീക്ഷം മെച്ചപ്പെടുത്താനും അവർക്ക് ആവശ്യമായിരിക്കും സഹായം ചെയ്യാനും വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ സൈന്യം വരുന്നത്. അവർക്ക് ഭാഷ അറിയില്ലെങ്കിൽ വലിയ പ്രശ്നമാണ്. ഇന്തോനേഷ്യയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭാഷ ഇന്തോനേഷ്യൻ ഭാഷയാണ്. ഇവർക്ക് അറബി അല്ലാത്ത ഭാഷ അറിയില്ല, അവർക്ക് അറബി ഭാഷയും അറിയില്ല. അങ്ങനത്തെ കുറേ സങ്കീർണമായിരിക്കുന്ന വിഷയമുണ്ട്. അല്ലെങ്കിൽ പിന്നെ അറബ് രാജ്യങ്ങൾ വരണം, അറബ് രാജ്യങ്ങൾ വരാൻ വേണ്ടിയിട്ട് ആരും താല്പര്യം കാണിക്കുന്നില്ല. പ്രത്യേകിച്ച് സൗദി അറേബ്യ പറഞ്ഞെങ്കിൽ മാത്രമേ അറേബ്യയുടെ മറ്റ് രാജ്യങ്ങൾ ഇങ്ങോട്ട് ഇളകി കിട്ടൂ. അത് സൗദി അറേബ്യ പറയുന്നില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഒരു യുദ്ധഭൂമിയിലേക്ക് സൈനികരാക്കുന്ന സമയത്ത് അവിടെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് തങ്ങൾക്ക് ആദ്യം ഒരു രൂപം ഉണ്ടാവണം. അതല്ലാത്ത രീതിയിൽ വെറുതെ സൈനികരെ അയച്ചതുകൊണ്ട് കാര്യമില്ല. അവിടെ സങ്കീർണമായിരിക്കുന്ന വിഷയം ഉണ്ടാകുന്ന സമയത്ത് ചിലപ്പോൾ ഏറ്റുമുട്ടലുള്ള വിഷയം ഉണ്ടാകുന്ന സമയത്ത് മരണങ്ങൾ നടന്നു വരും. അങ്ങനെ ഒരു യുദ്ധഭൂമിക്കാണ് ഇപ്പോഴും ഗസ എന്ന് പറയുന്ന പ്രദേശം. അതുകൊണ്ട് അവിടേക്ക് തങ്ങൾക്ക് സൈനികരെ നിലവിലെ സാഹചര്യത്തിൽ അയക്കാൻ വേണ്ടിയിട്ട് താല്പര്യമില്ല. പിന്നെ ഞങ്ങൾ പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ചെയ്യാം എന്നുള്ളിടത്താണ് അവരുടെ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. അങ്ങനെ ആ ഭാഗം കഴിഞ്ഞതോട് കൂടിയിട്ട് പിന്നെ ബാക്കിയുള്ള രാജ്യങ്ങൾ അതിൽ നിന്ന് ഒഴിവായി. പിന്നെ ഈജിപ്താണ് മറ്റൊരു രാജ്യം. ഈജിപ്ത് അതിർത്തിയായിട്ട് ബന്ധപ്പെട്ട രാജ്യമാണ്, ഗസയുമായിട്ട് വലിയ സഹായമുള്ള രാജ്യമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നേതൃത്വപരമായിരിക്കുന്ന പങ്കാളിത്തം അവർക്ക് വേണം, അഥവാ അവരുടെ കീഴിലായിരിക്കണം സൈനികർ എന്ന് ഈജിപ്ത് പറഞ്ഞു. അത് അറേബ്യൻ രാജ്യങ്ങളോട് പറഞ്ഞ അങ്ങനെ തന്നെയാണ്. നേതൃത്വം ഞങ്ങൾ നൽകും, നിങ്ങൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുകയും സഹകരിക്കുകയാണ് വേണ്ടത് എന്നുള്ളത്. അതിലൊരിക്കലും ഈജിപ്തിൻ്റെ കൈവശത്തിലേക്ക് തങ്ങളുടെ സൈന്യത്തെ അയക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നീട് ഈജിപ്ത് ഏറെക്കുറെ ഇസ്രായേലിനോടും അമേരിക്കയോടും അനുഭാവം പ്രകടിപ്പിക്കുന്ന രാജ്യമാണ്. അങ്ങോട്ട് ആ നിലപാടിലേക്ക് ചേർന്ന് നിൽക്കുന്ന സമയത്ത് അത് ഫലസ്തീനികൾക്ക് വല്ലാത്ത രീതിയിൽ പ്രയാസം ഉണ്ടാവും. അതുകൊണ്ട് തങ്ങൾ അനുവദിക്കില്ല എന്നുള്ളതാണ് അറേബ്യൻ രാജ്യങ്ങളുടെ നിലപാട്. അപ്പോൾ പിന്നെ ഈജിപ്ത് പതുക്കെ അതിൽ നിന്ന് പുറകോട്ട് പോയി. ശേഷിക്കുന്ന രാജ്യങ്ങൾ ഇപ്പോൾ ഇന്തോനേഷ്യയും പാകിസ്ഥാനും, ആ കാര്യം നമ്മൾ പറഞ്ഞു. അപ്പോൾ അവരും എത്തുന്നില്ല. ഇപ്പം നിലവിലെ സാഹചര്യം നോക്കുന്ന സമയത്ത് ഗസയിലെ ഹമാസ് തന്നെ ആ മേഖല അപ്പാടെ കീഴടക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഒന്നതാണ്. രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് ഹമാസ് ആ മേഖലയിൽ വലിയ രീതിയിൽ ശക്തി സംഭരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ശക്തി സംഭരിക്കുന്നതിനെ പ്രതിരോധിക്കാൻ വേണ്ടി പല ഘട്ടങ്ങളിലും ഇസ്രായേൽ സാധിക്കുന്നില്ല. അതായത് സൈനികർ നഷ്ടം. ഇപ്പോൾ അവർ പറയുന്നത് ബന്ദികളെ കുറിച്ചിട്ട് ഒരു പ്രസ്താവന കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പറഞ്ഞിരിക്കുന്ന കാര്യം ഇങ്ങനെയാണ്, തങ്ങളുടെ ബന്ദികൾ ഇനിയും ഹമാസിൻ്റെ കൈവശത്തിലുണ്ട് എന്നുള്ളത്. ഏത് അർത്ഥത്തിലാണ് അവർ പറഞ്ഞത് എന്നതിനെക്കുറിച്ച് വിവരമില്ല. അല്ലെങ്കിൽ 250 പേരെയാണ് അന്ന് തട്ടിക്കൊണ്ടുപോയത്. അതിൽ കൂടുതൽ ഒരു പക്ഷേ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എണ്ണൽ സംഖ്യ അത് പറഞ്ഞായിരിക്കും. 1200 ആളുകൾ കൊല്ലപ്പെട്ട വലിയ രീതിയിലുള്ള ഒരു പ്രശ്നം, ഒരു ഭീകര പ്രശ്നമാണ് അന്ന് ഹമാസ് ഉണ്ടാക്കിയത്. അതിൻ്റെ ഒരു പരിണിത ഫലമാണ് ഇപ്പോൾ ലോകം അനുഭവിക്കുന്നത്. മറ്റൊരു വിഷയം. അപ്പോൾ ഏതായിരുന്നാലും ഇവിടുത്തെ വിഷയം നമ്മൾ പറയുന്ന സമയത്ത് അവിടെ ഇപ്പോൾ ഒരു സുരക്ഷാ സംവിധാനമായിരിക്കുന്ന ഒരു റൂട്ടുണ്ടാക്കാൻ കിണഞ്ഞ് ശ്രമിക്കുകയാണ്
ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ കാര്യം ഹമാസ് എത്രത്തോളം ശക്തിയാവുന്നോ അത്രത്തോളം ഭാവിയിൽ തങ്ങൾക്ക് അതിൻ്റേതായിരിക്കുന്ന പ്രയാസം ബുദ്ധിമുട്ടും ഉണ്ടാവും എന്ന് തന്നെയാണ് ഇസ്രായേൽ ഇപ്പോഴും മനസ്സിലാക്കുന്ന പ്രധാനമായിരിക്കുന്ന കാര്യം.